പ്രതിപക്ഷത്തിരുന്നു പോരാടാൻ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. പ്രധാന നേതാക്കളെല്ലാം പങ്കെടുത്ത് ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് സുപ്രധാന തീരുമാനം. എന്നാൽ നടക്കാൻ പോകുന്നത് കാത്തിരുന്നു കാണോ എന്ന് യോഗത്തിന് ശേഷം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറഞ്ഞത് ഇന്ത്യ സഖ്യം ചില സാധ്യതകൾ തേടുന്നതിന്റെ സൂചനയാണ്. വൻ മുന്നേറ്റം നടത്തിയതിന്റെ ആവേശത്തോടെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം ചേർന്നത്. തൽക്കാലം പ്രതിപക്ഷത്തിരിക്കാം, എന്നാൽ അവസരം വന്നാൽ കൃത്യമായി ഉപയോഗിക്കാമെന്ന തീരുമാനം യോഗത്തിൽ ഉരുത്തിരിഞ്ഞു. ബി.ജെ.പിയുടെ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ ഇന്ത്യ ഒന്നിച്ചു പോരാടുമെന്ന് സഖ്യത്തിന് വേണ്ടി ഖാർഗെയുടെ പ്രസ്താവന. The India bloc will continue to fight against the fascist rule of the BJP led by Modi. We will take appropriate steps at the appropriate time. 10 വർഷത്തെ ബി.ജെ.പി സർക്കാരിനെതിരായ ജനവിധിയാണ് ഉണ്ടായത് എന്ന് കെ.സി. വേണുഗോപാൽ ഊന്നി പറഞ്ഞു. സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ചിട്ടില്ല എന്ന സൂചന നൽകുന്നു കെ.സിയുടെ വാക്കുകൾ. ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അത് യുക്തമായ സമയത്ത് തീരുമാനം ചെയ്യും എന്നുള്ളതാണ്. അല്ല, അതൊക്കെ വെയിറ്റ് ആൻഡ് സീ എന്നാണ് നമ്മൾ പറഞ്ഞത്. JDU, TDP എന്നീ പാർട്ടികളുമായി ശരത് പവാർ, സീതാറാം യെച്ചൂരി എന്നിവർ ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. NDAയിൽ വേണ്ട പരിഗണന ലഭിച്ചില്ലെങ്കിൽ ഇരു പാർട്ടികളും ഇന്ത്യ സഖ്യത്തിനൊപ്പം എത്തുമെന്ന് നേതാക്കൾ കണക്കുകൂട്ടുന്നു. ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നു. സർക്കാർ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കും വരെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.